ജൂൺ 19 ലോക വായനാ ദിനം. മനുഷ്യന് അറിവിൻ്റെ വാതായനങ്ങൾ തുറന്നിട്ടത് അതിരുകളില്ലാത്ത വായനയാണ്. വായനയുടെ കുലപതി എന്നറിയപ്പെടുന്ന PN പണിക്കരെ അനുസ്മരിച്ചാണ് ജൂൺ 19 കേരളത്തിൽ വായനാ ദിനം ആചരിക്കുന്നത്. ചേർത്തലക്കാർക്ക് അറിവിൻ്റെ വാതായനങ്ങൾ തുറന്നു നൽകിയതിൽ വലിയ പങ്ക് വഹിച്ചത് ചേർത്തലയ്ക്കടുത്ത വാർനാട് കണത്തുരുത്തി ഇല്ലമാണ്. അനശ്വര കവി വയലാർ രാമവർമ്മ പോലും വായനയ്ക്കായി എത്തിയിരുന്നത് കണത്തുരുത്തി ഇല്ലത്തെ സഹൃദയ വായനശാല. മനുഷ്യന്റെ സാംസ്കാരിക ജീവിതയാത്ര ആരംഭിക്കും മുമ്പ് തന്നെ അക്ഷരചിന്ത അവനിൽ ഉടലെടുത്തു. ഈജിപ്തിലെ നൈൽ നദീതീരത്തും യൂഫ്രട്ടീസ് നെഗ്രീസ് നദീതീരത്തിലും സിന്ധു നദീതടത്തിലും മനുഷ്യജീവിതം സംസ്കാര സമ്പന്നമായതിൽ ഒരു പ്രധാന പങ്കുവഹിച്ചത് അക്ഷരങ്ങളായിരുന്നു. അക്ഷരക്കൂട്ടിൽ വാക്കുകളും വാചകങ്ങളും ഉണ്ടായപ്പോൾ ഗുഹാഭിത്തികളിലും പാറപ്പുറങ്ങളിലും പകർത്തിവെച്ചു. പിന്നീടത് താളിയോലകളിലേക്കും പകർന്നു. അക്കാലത്ത് തുടങ്ങിയതാണ് മനുഷ്യന്റെ വായനാശീലം. കടലാസിന്റെ കണ്ടുപിടുത്തത്തോടെ വായനാശീലം അനന്ത തലത്തിലേക്ക് വളർന്നു. പുസ്തകങ്ങൾ സ്പർശിക്കാത്ത മനുഷ്യർ ഇന്ന് ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. വിശാലമായ വായന എത്രയോ പ്രതിഭകളെ സൃഷ്ടിച്ചു. അവരിലൊരാളാണ് വയലാർ രാമവർമ്മ. നിരന്തരമായ വായന വയലാറിന് സാഹിത്യലോകത്തെ കിടവിളക്കാക്കി. പകലെന്നോ രാത്രിയെന്നോ ഭേദമില്ലാതെ അദ്ദേഹം വായിച്ചുകൂട്ടി. അതിന് സാഹചര്യമൊരുക്കിയത് ചേർത്തല പട്ടണത്തിന് കീഴിലുള്ള സൗഹൃദ വായനശാലയിലാണ്. തണ്ണീർമുക്കം കണത്തുരുത്തി ഇല്ലം വകയായിരുന്നു ഈ ഗ്രന്ഥശാല. ഒരു കുടുംബം ഗ്രന്ഥശാല നടത്തുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിരുന്നു. കണത്തുരുത്തി ഇല്ലം എന്ന് പറയുന്ന കുടുംബത്ത് തന്നെയായിരുന്നു. കുടുംബത്ത് ഒരു ചാവടി പോലെ ഒരു കെട്ടിടമുണ്ടായിരുന്നു. ആ കെട്ടിടത്തിലെ ഒരു മുറി മുഴുവൻ പുസ്തകങ്ങളായിരുന്നു. അവിടെയാണ് പണ്ട് നമ്മുടെ കവിയായിട്ടിരിക്കുന്ന വയലാർ രാമവർമ്മയൊക്കെ പുസ്തകങ്ങൾ വായിക്കാനായിട്ട് ഇവിടെ വന്നാണ് ഇരുന്ന് പുസ്തകം വായിച്ചുകൊണ്ടിരുന്നത് എന്ന് ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ അത് വായിച്ചിട്ടുണ്ട്. അതിൻ്റെ വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അന്ന് ഏതാണ്ട് ഒരു 3000-4000 പുസ്തകങ്ങൾ അന്നുണ്ടായിരുന്നു. അത് പക്ഷേ അത് കൂടുതലായി ഒരു 5000 വരെ ആയി കഴിഞ്ഞപ്പോഴാണ് അച്ഛനത് ചേർത്തല മുനിസിപ്പാലിറ്റിക്ക് മൊത്തത്തിൽ അതൊരു സംഭാവനയായിട്ട് കൊടുക്കുമ്പോഴുള്ള ഒരു കണ്ടീഷൻ ഇതായിരുന്നു. അച്ഛൻ അന്നേരത്തേക്ക് ഒരു ജോലി കിട്ടി. കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ക്ലാർക്കായിട്ട് ജോലി കിട്ടി. അന്നേരം അവിടെ ഇരുന്നു കൊണ്ട് തന്നെ അച്ഛൻ്റെ അനിയന് ജോലിയൊന്നുമില്ല. അന്നേരം മുനിസിപ്പാലിറ്റിയായിട്ട് സംസാരിച്ചിട്ട് അച്ഛൻ്റെ അനിയനെ അവിടെ ലൈബ്രറിയനായിട്ട് നിയമിക്കാമെങ്കിൽ ഈ പുസ്തകങ്ങൾ മുഴുവൻ സംഭാവന ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കണ്ടീഷനിൽ പുസ്തകങ്ങൾ മുഴുവൻ മുനിസിപ്പാലിറ്റിക്ക് കൊടുക്കുകയും അച്ഛൻ്റെ അനിയനെ അവിടെ ലൈബ്രറിയനായിട്ട് മുനിസിപ്പാലിറ്റി നിയമിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റിന് 1 മാസം മുമ്പാണ് മരിക്കുന്നത്. അങ്ങനെ മരിക്കുന്നത് വരെ അദ്ദേഹം അവിടെ ലൈബ്രറിയനായിട്ട് ജോലി നോക്കുകയായിരുന്നു. തൻ്റെ ആദ്യ കവിതാ സമാഹാരമായ പാദമുദ്രയ്ക്ക് ശേഷം വയലാർ കുറേ കവിതകൾ രചിച്ചിരുന്നു. അതിൻ്റെ പ്രസിദ്ധീകരണത്തിന് ആലപ്പുഴ വിദ്യാരംഭം ബുക്ക് ഡിപ്പോ ഉടമ നാരായണൻ ചെട്ടിയാരെ വയലാർ സമീപിച്ചു. കവിതകൾക്ക് ഇപ്പോൾ മാർക്കറ്റ് കുറവാണെന്നും ചെറുകഥകൾക്കാണ് വിപണിയെന്നും ചെട്ടിയാർ വയലാറിനോട് പറഞ്ഞു. ബുക്ക് ഡിപ്പോ വിദ്യാരംഭത്തിൻ്റെ മാനേജറും നോവലിസ്റ്റുമായ KNM ചെട്ടിയാരുടെ ഉപദേശം ഇതുതന്നെയായിരുന്നു. അതോടെ വയലാറിൻ്റെ ശ്രദ്ധ ചെറുകഥയിലേക്ക് തിരിഞ്ഞു. ചെറുകഥ രചനയ്ക്ക് ആ സാഹിത്യശാഖ നന്നായി അറിഞ്ഞിരുന്നു. അതിന് നിരന്തരമായ കഥാവായന ആവശ്യമാണ്. ചെറുകഥാ പുസ്തകങ്ങൾ തേടിപ്പിടിച്ച് വയലാർ വായന തുടങ്ങി. കൂടുതൽ ചെറുകഥാ പുസ്തകങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണം അദ്ദേഹത്തെ സഹൃദയ ഗ്രന്ഥശാലയിലെത്തിച്ചു. മലയാളമടക്കം ലോക സാഹിത്യത്തിലേക്ക് അത് അദ്ദേഹത്തെ വളർത്തിയെടുത്തു. വായനയിലൂടെ ആർജിച്ച പദസമ്പത്ത് സാഹിത്യത്തിൽ അദ്ദേഹത്തെ വെന്നിക്കുടി പാലിക്കാൻ പിൽക്കാലത്ത് തുണയാക്കി.